ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് BA ആളൂർ അല്പസമയത്തിനകം ചേരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ്, പൊതുപ്രവർത്തകൻ PK രാജു എന്നിവർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിമിഷങ്ങളിലാണ് പുതിയ വാർത്ത അനുസരിച്ച് ഈ കഴിഞ്ഞ 10 മണിക്കൂറുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സൗമ്യ കേസിലെ വിധിയുടെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വരുന്നത്. ഈ വിധിയെ ഇപ്പോൾ താങ്കൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എങ്ങനെ കാണുന്നു? അല്ല, ഇപ്പോൾ ചാനലിൽ കാണുന്ന വാർത്ത ശരിയാണെങ്കിൽ, എന്നുകൂടി ഇപ്പോൾ പ്രത്യേകം പറയേണ്ടി വരുമല്ലോ, ശരിയാണെങ്കിൽ ഞാൻ സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. വധശിക്ഷ ഒഴിവാക്കിയത് നന്നായി, ജീവപര്യന്തം ശിക്ഷ നൽകിയത് അത് ഉചിതമായി. ഇളവുകളും ആനുകൂല്യങ്ങളും ഇല്ലാത്ത ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് ഈ പ്രതിക്ക് നൽകേണ്ടത്. 2 കുറ്റങ്ങളുണ്ട്, ഒന്ന് കൊലപാതകം, മറ്റൊന്ന് ബലാത്സംഗം. കൊലപാതകത്തിന് തെളിവ് അപര്യാപ്തമാണ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. കാരണം ഏതൊരു കോടതിയെ സംബന്ധിച്ചും ഒരു കൊലപാതക കേസിൽ പ്രതിക്കെതിരെയുള്ള ആരോപണം അത് സംശയരഹിതമായി തെളിയണം. ഇവിടെ ചില കണ്ണികൾ വിട്ടുപോയിട്ടുണ്ടാകാം, ചില കണ്ണികൾക്ക് ബലക്ഷയമുണ്ടായി കാണാം. അതുകൊണ്ടൊരു അവിശ്വാസം കോടതിക്കുണ്ടായി, സംശയമുണ്ടായി. ആ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ ബലാത്സംഗം അത് കോടതി ശരിവച്ചിരിക്കുകയാണ്. ഏതായാലും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നൽകേണ്ടത്. ആ ശിക്ഷ ഇപ്പോൾ ഈ പ്രതിക്ക് നൽകിയിട്ടുണ്ട്. കൊലപാതക കേസിൽ ഈ പ്രതിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എങ്കിലും സുപ്രീം കോടതി വിധി, സുപ്രീം കോടതിയുടെ റീസണിങ് എന്ത് എന്ന് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതേക്കുറിച്ച് പ്രത്യേകമായ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. തീർച്ചയായും കൊലപാതക കുറ്റത്തിൽ നിന്ന് എങ്ങനെയാണ് സുപ്രീം കോടതി ഗോവിന്ദച്ചാമിയെ മോചിതനാക്കുന്നത് എന്നതുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് അല്പസമയത്തിനകം ആളൂർ കൂടി നമ്മുടെ ചർച്ചയിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ജീവപര്യന്തമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ജീവപര്യന്തം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പല നിർവചനങ്ങളാണ് മനസ്സിലുള്ളത്. 14 വർഷം, 12 വർഷമുണ്ട്, 20 വർഷം വരെ പോകുന്നു, ജീവിതകാലം മുഴുവൻ എന്നുണ്ട്. പുതിയ സുപ്രീം കോടതി ഡയറക്ഷൻ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് എങ്ങനെയാണ് ഈ ജീവപര്യന്തത്തെ നമുക്ക് സമീപിക്കാനാകുക? ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മരണം വരെയുള്ള തടവ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റു ചില സാഹചര്യങ്ങളിൽ നമ്മൾ ജീവപര്യന്തം ശിക്ഷ അത് ഭരണകൂടത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ പ്രത്യേകമായ അധികാരം ഉപയോഗിച്ച് അതിൽ ഇളവുകൾ വരുത്തി ചില പ്രതികളെ മോചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഈ 14 വർഷം എന്നൊക്കെയുള്ള കണക്കുണ്ടായിട്ടുള്ളത്. 14 വർഷം പൂർത്തിയായ എല്ലാ പ്രതികളെയും നമ്മൾ മോചിപ്പിക്കുന്നുമില്ല. അർഹതയുള്ളവരെ പോലും മോചിപ്പിക്കാറില്ല പലപ്പോഴും. നമ്മുടെ ജയിലുകളിൽ തന്നെ ഞാൻ ഈയിടയ്ക്ക് അന്വേഷിച്ചപ്പോൾ വളരെക്കാലം, ഒരു 14 ഇല്ല 28, 30, 30 വർഷങ്ങൾക്ക് മേലെ തടവിൽ കിടക്കുന്നവരുണ്ട് ഇവിടെ. അതുകൊണ്ട് ജീവപര്യന്തം എന്നത് പെട്ടെന്ന് പ്രതിയെ ഇറക്കി വിടുന്നതിന് ഗവൺമെൻറ്റിന് അധികാരം നൽകുന്നില്ല. ഗവൺമെൻറ് അപ്രകാരം ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. വളരെ ഹീനമായ, മ്ലേച്ഛമായ, സമൂഹത്തെ മുഴുവൻ നൊമ്പരപ്പെടുത്തിയ ഒരു കുറ്റകൃത്യം ചെയ്ത ഈ പ്രതിയെ, അത് ഏത് വകുപ്പനുസരിച്ച് അയാൾക്ക് കിട്ടിയ ജീവപര്യന്തമാണെങ്കിലും ആ ജീവപര്യന്തം മരണം വരെ അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ അനുഭവിക്കുന്നതിനുള്ള സാഹചര്യം അത് നമ്മുടെ ഭരണകൂടം ഉണ്ടാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാവിലെ ഈ വിധി വന്നതിന് ശേഷം സൗമ്യയുടെ അമ്മ പ്രതികരിച്ചതും അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ ഈ ചർച്ച ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗോവിന്ദച്ചാമി ജയിലിൽ ജീവിതാവസാനം വരെ കിടക്കാനാണ് സാധ്യത. കേരള സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങ് പറഞ്ഞതുപോലെ അന്തിമമായി എടുക്കേണ്ടതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ജീവിതകാലം മുഴുവൻ ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ മനസാക്ഷി കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിവ്യൂ പെറ്റീഷന് വേണ്ടി ഇനി സമീപിക്കാൻ പോകുന്നത് ഗോവിന്ദച്ചാമി ആയിരിക്കുമോ? അതിനുള്ള സാധ്യത എത്രത്തോളം? അല്ല, പുനഃപരിശോധനാ ഹർജിയെക്കുറിച്ച് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഗവൺമെൻറ് പ്രത്യേകിച്ച് നിയമമന്ത്രി AK ബാലൻ അക്കാര്യം പറയുകയും ചെയ്തു. അപ്രകാരം ഒരു ഹർജി നിലനിൽക്കുന്നതിനുള്ള, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നതിനുള്ള സാധ്യത വിരളമാണ് എന്ന് ചില ചർച്ചകളിൽ പറയുന്നതിനുള്ള അവസരം എനിക്കും കിട്ടി. ഇപ്പോൾ വീണ്ടും പുനഃപരിശോധനാ ഹർജിയെക്കുറിച്ചുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പുനഃപരിശോധനാ ഹർജി ഗോവിന്ദച്ചാമി നൽകിയാലും സ്റ്റേറ്റ് നൽകിയാലും രണ്ടായാലും അത് നിലനിൽക്കുന്നതല്ല. സുപ്രീം കോടതി അതിൽ ഇപ്പോൾ ഈ വിധി പറഞ്ഞ ബെഞ്ച് തന്നെയാണ് അത് കേൾക്കേണ്ടത്.
ഈ ബെഞ്ച് അതിൽ ഇടപെടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് അന്തിമമായി കഴിഞ്ഞു. നമുക്ക് അസ്വീകാര്യമായ ഒരു അവസ്ഥയിൽ ആണെങ്കിലും അത് അന്തിമമായിരുന്നു. ഇപ്പോഴത്തേത് നമുക്ക് സ്വീകാര്യമായ ഒരു അവസ്ഥ ആയി തീരേണ്ടതാണ്. അത് അന്തിമമായ വിധി തന്നെയാണ്. ഇനി ഈ വിധി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്. കേരള സർക്കാർ അത് ഫലപ്രദമായി ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കൊലപാതകത്തിൻ്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഗോവിന്ദച്ചാമി ആണോ ഈ സൗമ്യയെ കൊന്നത് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് സംശയമുണ്ടാകുന്നത്? അതിനെ അടിവരയിടുന്ന രീതിയിൽ നമ്മുടെ ചർച്ചകളൊക്കെ മുൻപ് ഇവിടെ നടന്നിട്ടുള്ളതും ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയെ പോലുള്ള ക്രിമിനോളജിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഒരുപക്ഷെ കോടതിയുടെ മുമ്പിൽ നമ്മുടെ പ്രോസിക്യൂഷൻ അത് തെളിയിക്കാനാകില്ല എന്ന് വാദിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരിയും ഉള്ളത്. ശിക്ഷ ഇങ്ങനെ വരണം, ശിക്ഷ നെഗറ്റീവാകണമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ പ്രോസിക്യൂഷൻ ആ രീതിയിൽ സാധിക്കില്ല എന്ന് വാദിച്ചവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കൊലപാതകം സംശയിക്കുമ്പോൾ പോലും കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ശിക്ഷയ്ക്കപ്പുറം ഇനി എന്ത് നൽകാൻ ഗോവിന്ദച്ചാമിക്ക് എന്നല്ലേ നമുക്കിപ്പോൾ ചോദിക്കാൻ തോന്നുന്നത്. ഈ കൊലപാതകം കൂടി തെളിഞ്ഞിരുന്നുവെങ്കിൽ 2 തവണ തൂക്കിക്കൊല്ലാൻ ഈ സുപ്രീം കോടതി വിധിക്കുമായിരുന്നില്ല ഈ ബെഞ്ച്? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെപ്പോഴും നീതി കിട്ടിയില്ല എന്ന വിലാപം നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. സൗമ്യയുടെ അമ്മയെ സംബന്ധിച്ച് ആ കരച്ചിലിന് അർത്ഥമുണ്ട്, അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മുടെ പൊതുസമൂഹം പോലും പ്രതികാരദാഹം കൊണ്ട് അങ്ങനെ തിളച്ചു മറിയുകയാണ്. അതൊരു ശരിയായ ഒരു സമീപനമല്ല. നമുക്കൊരു നിയമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, നമുക്കൊരു പീനൽ കോഡുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്. ആ ശിക്ഷാ നിയമത്തിൽ പറയുന്ന ശിക്ഷകളാണ് കൊടുക്കേണ്ടത്. അത് തെളിവ് നിയമം അനുസരിച്ച് കുറ്റം തെളിയിക്കുകയും വേണം. ഇവിടെ ഇപ്പോൾ 2 കുറ്റം തെളിഞ്ഞാലും ഒരു ശിക്ഷയെ നൽകാൻ കഴിയുകയുള്ളൂ. 2 ജീവപര്യന്തം ഇങ്ങനെ തുടർച്ചയായി കൊടുക്കുക അത് പാടില്ല എന്ന് സുപ്രീം കോടതി ഇടയ്ക്ക് പറഞ്ഞു. 2 ജീവപര്യന്തം ഒന്നിന് പിന്നാലെ ഒന്നായി നൽകിയാൽ ആർക്ക് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശാഠ്യം, ഒരു പ്രതിയെ കിരാതമായി ക്രൂരമായി പഴയ ഹാമറാബിയുടെയൊക്കെ കാലത്ത് നടന്നതുപോലുള്ള ശിക്ഷാവിധി നടപ്പാക്കണം എന്ന ശാഠ്യവും വാശിയും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. സൗമ്യ മരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ആത്മഹത്യയായിരുന്നില്ല, സ്വാഭാവിക മരണവുമല്ല, അത് വധമാണ്, കൊലപാതകമാണ്. അതാണെങ്കിൽ ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ഗോവിന്ദച്ചാമി അല്ലാതെ മറ്റാരുമല്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു പൊതുബോധ്യം. ആ ബോധ്യത്തെ സാധൂകരിക്കുന്ന തെളിവുകളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് അത് ബോധ്യമായില്ല എന്ന ചോദ്യമുണ്ട്. സുപ്രീം കോടതി എൻ്റെ അഭിപ്രായത്തിൽ ഗോവിന്ദച്ചാമിക്കെതിരെയുള്ള കൊലപാതക കുറ്റം ശരിവയ്ക്കുകയും വധശിക്ഷ ഒഴിവാക്കുകയും ജീവപര്യന്തം തടവിൽ ഇത് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, സുപ്രീം കോടതി വിധിപ്പകർപ്പിൽ പറയുന്നതനുസരിച്ച് ഈ കൊലപാതകം 302 നിലനിൽക്കില്ല, പ്രോസിക്യൂഷൻ അത് തെളിയിക്കാനായില്ല എന്ന് പറയുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് സൗമ്യയെ കൊന്നത് എന്നതിന് കൂടി സുപ്രീം കോടതിക്കോ ഗോവിന്ദച്ചാമിക്കോ ഒരു ഉത്തരം തരേണ്ടതില്ലേ? അങ്ങനെ ഗോവിന്ദച്ചാമി അല്ലേ ആ ലാസ്റ്റ് സീൻ തിയറി അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഏക ആൾ, അങ്ങയുടെ ക്രിമിനോളജി ഭാഷ അനുസരിച്ചും? അപ്പോൾ ഗോവിന്ദച്ചാമി അറിയാതെ മറ്റൊരാൾ വന്ന് അവിടെ കൊന്നു എന്ന് ഈ പ്രോസിക്യൂഷന് പറയാൻ സാധിക്കില്ല, തെളിവില്ലാത്തിടത്തോളം. സുപ്രീം കോടതിക്ക് ആ സംശയമുണ്ടാകുന്ന രീതിയിലേക്ക് ഒരു ചോദ്യം മുൻപ് വിചാരണ അവസാനിച്ച ഘട്ടത്തിൽ നൽകിയതും ഇങ്ങനെ ചർച്ചകൾ കേരളത്തിൽ കൊണ്ടുപോയതും ഇന്ന് രാവിലെ മുതൽ ഇതുപോലെ ഒരു ചർച്ച കേരളത്തിൽ ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യം സംശയം ഉണ്ടായതുകൊണ്ടാണ്. എങ്ങനെ ആ സംശയം വരുന്നു? അതായത് ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കാനുണ്ട്. നമ്മൾ 10:30 ഈ വാർത്ത വന്നപ്പോൾ 7 കൊല്ലമാണ് ഈ ശിക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതായ വാർത്ത വന്ന അപ്പം മുതൽ മാധ്യമങ്ങൾ ിലും അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയതായ സോഷ്യൽ മീഡിയയിലും സുപ്രീം കോടതിയെ പറ്റിയും ജഡ്ജിമാരെ പറ്റിയും വിധികളെ പറ്റിയും ഒക്കെ ഉള്ളതായ അഭിപ്രായ പ്രകടനങ്ങൾ, വളരെ വികാരഭരിതമായിട്ടുള്ള പ്രകടനങ്ങൾ വളരെ ഭരണഘടന അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു സ്ഥാപനത്തെ ഇത്തരത്തിലാക്കുന്നത് വളരെ ഖേദകരമാണ്. കാവേരി പ്രശ്നത്തിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു എന്ന് ഉള്ള കാരണത്താൽ കർണാടകയിൽ
50-ലേറെ ബസ്സുകൾ കത്തിക്കുക, അങ്ങനെയുള്ള ഒരു മോബോക്രസി, ഇതുപോലെ സുപ്രീം കോടതിയെ വരെ അറ്റാക്ക് ചെയ്യുന്നതായ പ്രവണത വളരാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ 10:30 തുടങ്ങിയതായ ബഹളം ഇപ്പോൾ ഈ ജീവപര്യന്തമായി എന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് അവസാനിച്ചിരിക്കുന്നത്. അതുവരെ ഈ കോടതിയെയും വക്കീലന്മാരെയും അത് പ്രോസിക്യൂട്ട് ചെയ്തതായ ആളുകളെയും ഒക്കെ ഇങ്ങനെ ആ നിലയ്ക്ക് തത്സമയം നടക്കുന്ന ആദ്യത്തെ ചർച്ച ഇത് തന്നെയാണെന്ന് നമുക്ക് അവകാശപ്പെടാം. അത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കത് വളരെ ദുഃഖകരമാണ്. സുപ്രീം കോടതിയെ ഈ നിലയിലേക്ക് ആളുകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന പ്രവണത ഒരിക്കലും നമുക്ക് പരിപോഷിപ്പിക്കാൻ പാടില്ല. താങ്കൾ പറഞ്ഞതായ ചോദ്യത്തിന്, അതായത് നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തതാണ്, അന്ന് നമ്മൾ പറഞ്ഞു ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല സുപ്രീം കോടതിക്ക്. കാരണം അങ്ങനെയാണ് അതിൻ്റേതായ കാര്യങ്ങൾ വിലയിരുത്തി വരുമ്പോൾ നമുക്ക് ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ ആക്സിഡൻ്റൽ ഡെത്താണോ എന്ന് തെളിയിക്കാൻ പറ്റാത്തടത്തോളം കാലം ഇപ്പോൾ ഡോക്ടർ ഷേർലി വാസു തുടങ്ങിയതായ ആ ഫോറൻസിക് ഡോക്ടർ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അവർ ഇത് കൊലപാതകം തന്നെ എന്നൊക്കെ പറഞ്ഞതായ കുറേ തെളിവുകളൊക്കെ ഹാജരാക്കിയെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇതെല്ലാം നിഗമനങ്ങളാണ്. നിഗമനങ്ങളെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഒരാളെയും തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റില്ല. കാരണം നിഗമനങ്ങൾ നിഗമനങ്ങളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നമുക്ക് വേണ്ടത് കോൺക്രീറ്റ് എവിഡൻസ് ആണ്. ഞാനിപ്പോൾ സുപ്രീം കോടതി ജെയിംസ് വടക്കഞ്ചേരി, നമ്മൾ ഇത്തരം നിഗമനങ്ങളെ വെച്ച് നമുക്ക് ചർച്ചയിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇവിടെ നമുക്ക് അറിയേണ്ടത് സൗമ്യ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെട്ടു. സൗമ്യയോട് ഒപ്പം തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഈ ഗോവിന്ദച്ചാമിയും ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി. റേപ്പ് നടന്നു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സൗമ്യ തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിൽ വെച്ച് ഗോവിന്ദച്ചാമിയാൽ തന്നെ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. ഇത്രയുമായിട്ടും കൊലപാതകം ആ സീനിൽ വേറെ ആരുമില്ല അങ്ങനെ ഒരു സംശയം പോലുമില്ല. ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ടൊക്കെ വരുമ്പോൾ അത് വേറെ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാകുമ്പോൾ ഇദ്ദേഹം അതിനകത്ത് ഒരു പ്രതിയേ അല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാനുള്ള ഡൗട്ടല്ലേ ഉണ്ടാകേണ്ടത്. മുൻകാല ചരിത്രം 8 കേസുകളുണ്ട് ശിക്ഷിക്കപ്പെട്ടത് ഗോവിന്ദച്ചാമിയുടെ ഹിസ്റ്ററിയിൽ, ട്രാക്ക് റെക്കോർഡിൽ. അങ്ങനെയൊക്കെയുള്ള ഗോവിന്ദച്ചാമി ഇപ്പോൾ തന്നെ വേറെയും ശിക്ഷ ഉണ്ട്. ഈ കാലാവധി കഴിഞ്ഞാൽ വേറെയും അനുവദിക്കാനുണ്ട്. ഡബിൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് പറ്റില്ല എന്ന് കോടതി പറഞ്ഞതിനെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ വിശദീകരിച്ചു. പക്ഷേ ആ നിലയ്ക്കൊക്കെ പോകുന്ന നിലയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള ഹിസ്റ്ററിയുള്ള ഈ ഗോവിന്ദച്ചാമി അല്ല കൊന്നത് എന്ന് പ്രോസിക്യൂഷൻ്റെ ഏത് കാര്യം വെച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക? അതായത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയാം ഗോവിന്ദച്ചാമിയാണ് കൊന്നതെന്ന്. കാരണം വേറെ നമുക്ക് സംശയിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോറൻസിക് ഡോക്ടർ പോലും പറഞ്ഞാൽ നമുക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടില്ല. കാരണം ഇത് ഒരാളെ കൊല്ലുന്ന കാര്യമാണ്. ശരി, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി പറയുന്നത് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ലൈഫ് ഇംപ്രിസൺമെന്റ് ഈ കാര്യത്തിൽ കൊലപാതകം ചെയ്തത് ഗോവിന്ദച്ചാമി അല്ല എന്ന് പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വിധിപ്പകർപ്പിലായിരിക്കുമോ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക, വിധിപ്പകർപ്പിനെ റിപ്പോർട്ട് ചെയ്തതിലെ ഭാഷയിലായിരിക്കുമോ അതുണ്ടായിരിക്കുക? താങ്കളുടെ അനുഭവത്തിന്റെ അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ശാസ്ത്രീയ തെളിവുകളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തൊരു പിനോളജിക്കൽ പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. അതായത് ലോകം മുഴുവൻ തന്നെ വധശിക്ഷ വേണ്ട 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 എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജീവിതാവസാനം വരെയുള്ളതായ ഒരു ജീവപര്യന്തമാണ് കൊടുക്കുന്നതെങ്കിൽ, അത് നേരത്തെ ഡോക്ടർ രാജ് പറഞ്ഞതുപോലെ അത് ഗവൺമെൻറ് തീരുമാനിക്കാം എന്ന നിലയിലാണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഗവൺമെൻറ് മറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ അത് ഈ നമ്മൾ നടത്തിയിട്ടുള്ളതായ പല നിരീക്ഷണങ്ങളും പഠനങ്ങളും വെച്ച് നോക്കുമ്പോൾ വധശിക്ഷയേക്കാൾ ഭീകരമായ ശിക്ഷയാണ് ജീവിതാവസാനം വരെ. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ചർച്ചയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയേക്കാൾ വലിയ ശിക്ഷ സർക്കാർ കൂടി ഇടപെട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്താൻ ആവേശം ആർക്കായിരുന്നു? ശ്രീ മോഹൻ റോയ്, ഈ കാര്യത്തിൽ കോടതി ഇപ്പോഴും പറയുന്നതായി മനസ്സിലാക്കുന്നത് ഈ കൊല നടത്തിയത് ഗോവിന്ദച്ചാമി അല്ല എന്നുള്ള നിലയ്ക്കാണ്. ആ ക്രൈം സീനിൽ വേറെ ആരുമില്ലാത്തപ്പോൾ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പറഞ്ഞ് ഈ കൊലപാതകത്തിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ വാക്കാലെങ്കിലും ഒഴിച്ചു നിർത്തേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഗോവിന്ദച്ചാമിയെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻസി എക്സാമിനേഷൻ, അതായത് ലൈംഗികക്ഷമത പരിശോധന നടത്തിയ ഡോക്ടറുടേതായ ഒരു റിപ്പോർട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദസ്വാമിയുടെ ഒരു മാനസിക നിലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരം സ്പർശിച്ചാൽ അദ്ദേഹത്തിന് ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്തായിരുന്നു എന്ന് സൂചിപ്പിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻസി എക്സാമിനേഷൻ നടത്തിയപ്പോൾ രക്തമെടുക്കാൻ വേണ്ടി ഒരു ബാൻഡ് കയ്യിൽ കിട്ടിയ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ലൈംഗിക ഉദ്ധാരണം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഗോവിന്ദസ്വാമി മാനസിക നിലയിൽ അപഭ്രംശം സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരത്തിൽ അപഭ്രംശം സംഭവിച്ച ഒരു ഷെർലി വാസുവിനോട് ഈ കൺഫസ് ചെയ്തു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഷെർലി മാഡം അല്ലായിരുന്നു, മറ്റൊരു ഡോക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഡോക്ടറോട് ഇത് പറയുകയും ചെയ്തു. അത്തരം ലൈംഗിക അപഭ്രംശമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിച്ചു നിർത്തേണ്ടതല്ലേ? നേരെ മറിച്ച് മറ്റൊരു രീതിയിൽ ഇത് ആലോചിക്കാം, സമൂഹത്തിൽ നിന്നും ഗോവിന്ദസ്വാമിയെ രക്ഷിച്ചു നിർത്തേണ്ടതല്ലേ? ഈ പറഞ്ഞ പോലെ ആദ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ 16 മാസം കഴിഞ്ഞ് ഇദ്ദേഹം അങ്ങ് പുറത്തിറങ്ങിയാൽ, നേരത്തെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ച ഹമ്മുറാബിയുടെ നിയമമെടുത്ത് കണ്ണിനു കണ്ണും പല്ലിന് പല്ലും എന്ന രീതിയിലേക്ക് സമൂഹത്തെ ചിന്തിപ്പിക്കാൻ പോലും ഇത്തരം വിധികൾ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ രക്ഷിച്ചു നിർത്തേണ്ടത്. ഒരുപക്ഷെ സുപ്രീം കോടതി ആ കാര്യങ്ങളൊക്കെ പരിഗണനയ്ക്ക് എടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ മോഹൻ റോയ് ഈ ശിക്ഷാവിധി എങ്ങനെ കാണുന്നു? ശിക്ഷാവിധി തീർച്ചയായും ഏത് ശിക്ഷാവിധിയും സമൂഹത്തിനൊരു മാതൃകയായിരിക്കണം. ഈ ശിക്ഷാവിധി കേൾക്കുന്ന ഓരോ വ്യക്തിക്കും, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ അമ്മയ്ക്ക്, തൻ്റെ സഹോദരിക്ക്, തൻ്റെ മകൾക്ക് ഇത്തരം ശിക്ഷാവിധികൾ കൊടുക്കുന്ന ഒരു രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരാലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് അല്ല ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ ശിക്ഷാവിധി രാവിലെ താങ്കൾ മനസ്സിലാക്കിയതുപോലെ അല്ല. ആ നിലയ്ക്ക് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഗോവിന്ദസ്വാമി, അദ്ദേഹം ചാർലി എന്നാണ് അദ്ദേഹത്തിന് മറ്റൊരു പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഗോവിന്ദസ്വാമി ജയിലിൽ തന്നെ കിടക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതല്ലേ ശിക്ഷ? തലവെട്ടണം എന്നുള്ള അവസ്ഥയിലാണോ താങ്കളും പറയുന്നത്? ഗോവിന്ദസ്വാമി എന്ന വ്യക്തി സമൂഹത്തിന് അപകടകാരിയായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം സമൂഹത്തിൽ ഇനി ഇറങ്ങി നടക്കാൻ സാധിക്കില്ല. എന്ത് രീതിയിലുള്ള ശിക്ഷയാണെന്നുള്ളത് നിയമ സംവിധാനം ആലോചിക്കേണ്ടതാണ്. സൗമ്യയുടെ അമ്മയുടെ ഉൾപ്പെടെയുള്ള നികുതി പണം കൊണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണോ, ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിക്കണോ എന്നുള്ളതൊക്കെ സമൂഹം തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഗോവിന്ദസ്വാമിയെ പോലുള്ള 8ഓളം കേസുകൾ നേരത്തെയുള്ള ലൈംഗിക അപഭ്രംശം സംഭവിച്ച ഒരു വ്യക്തിക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല. റൈറ്റ്, തീർച്ചയായും അതാണ് വികാരം, കേരളത്തിൻ്റെ വികാരം. ശ്രീ പി കെ രാജു, താങ്കൾ ഈ കേസിൽ സുപ്രീം കോടതി വിധിച്ച ശിക്ഷ വളരെ കുറഞ്ഞുപോയി എന്ന് രാവിലത്തെ റിപ്പോർട്ടുകൾ കണ്ട ഉടനെ താങ്കൾ പെൺമക്കളുടെ അച്ഛനാണ്, ഇത് സഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ വന്ന് കോടതി അലക്ഷ്യമാണെങ്കിൽ കൂടി പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങേ ചർച്ചയിലേക്ക് പങ്കെടുപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ പേടിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അങ്ങ് എന്താണ് പറയുന്നത് ഇപ്പോൾ ശിക്ഷാവിധിയെക്കുറിച്ച്? അതെ, ഇന്ന് രാവിലെ 10:30 സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതിയുടെ ആ പൊട്ടിക്കരച്ചിൽ ഒരു മനുഷ്യ ജീവനുള്ള ഒരാൾക്കും കാണുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു. പിന്നെ ന്യൂസിൽ വന്നത് 16 മാസം കഴിഞ്ഞാൽ ഈ ഗോവിന്ദസ്വാമി എന്ന പ്രതി പുറത്തു പോകുന്ന ഒരു വാർത്തയാണ് കണ്ടത്. അങ്ങനെയല്ലായിരുന്നു എൻ്റെ സത്യം. ഈ 16 മാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പുറത്തു പോകും. ജയിൽ ചട്ടം അനുസരിച്ച് 7 വർഷം തടവ് ശിക്ഷയുള്ള ഒരാൾക്ക് ഒരു വർഷത്തിലൊരിക്കൽ 20 ദിവസം ഇളവ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 140 ദിവസത്തിന് മുമ്പ് ഇദ്ദേഹം പുറത്തു പോകും. അങ്ങനെ ഒരു വാർത്തയോടെ കണ്ടപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന നിലയിൽ, ഒരമ്മയുടെ മകൻ എന്ന നിലയിൽ ഒരിക്കലും ആ വാർത്ത കേരള ജനതയ്ക്കും സമൂഹത്തിനും സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശ്രീ ലാലിനെ വിളിക്കാൻ ഇടയായതും. അങ്ങനെ ഒരു വിധിയായിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇന്ന് വൈകുന്നേരം വളരെ സന്തോഷമായി. ഇപ്പോൾ ആ വാർത്ത മാറി വന്നപ്പോൾ വളരെ സന്തോഷമായി. അത്തരമൊരു വാർത്തയിൽ, രാവിലത്തെ വാർത്തയിലാണ് ഇന്ന് കേരള സമൂഹം നിന്നുവെങ്കിൽ കോടതിയെ തന്നെ തള്ളിപ്പറയുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ കർണാടകയിലും ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായതുപോലെ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നെപ്പോലുള്ളൊരു പൊതുപ്രവർത്തകർ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നേനെ. കാരണം 2011 ഫെബ്രുവരി 1 സൗമ്യ കൊല ചെയ്യപ്പെട്ട അന്ന് ഈ ബലാത്സംഗവും കൊലപാതകവും നടന്ന ആ വാർത്തയെക്കാട്ടി ഇന്നത്തെ രാവിലെ ഉണ്ടായ ആ ഒരു ഹൃദയവേദന ഒരിക്കലും പറഞ്ഞ് ആരോട് എന്ത് പറയുമെന്ന ഒരു സ്ഥിതിയാണ്. എൻ്റെ മകൾ പോലും പറഞ്ഞു, അച്ഛാ നിങ്ങൾ എത്രയോ സമരങ്ങൾ നയിച്ചിട്ടുള്ള ആളാണ്, സെക്രട്ടേറിയറ്റിൽ പോയി എത്രയോ ലാത്തിചാർജ് നടത്തിയിട്ടുണ്ട്, ഈ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക്. അങ്ങനെ ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇതാണ് ഇന്ന് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുള്ള വാർത്ത. എന്തായാലും ശ്രീ പി കെ രാജു ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ വാക്കുകൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പൊതുപ്രവർത്തകനായ പി കെ രാജുവിനെ ഞാൻ ഒന്നുപോലും ഇടപെടാതെ അത് പറയാൻ അനുവദിച്ചത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ മാധ്യമ വിശകലന വിദഗ്ധൻ കൂടിയാണല്ലോ.
നമുക്ക് ആ വിധിയെക്കുറിച്ച് പലതും ചർച്ച ചെയ്യാൻ കിടക്കുന്നു ബാക്കി. ഇന്ന് രാവിലെ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇപ്പോൾ പി കെ രാജുവിൻ്റെ ഭാഷയിൽ നിന്ന് കുറച്ചുകൂടെ കടുത്ത് തന്നെ താങ്കൾ പറഞ്ഞു, ഈ കോടതിയുടെ മനോഭാവം എന്താണ് എന്ന് കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിധി കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് താങ്കൾ പറഞ്ഞതായി ഞാൻ കേട്ടതായിട്ടാണ് ഓർക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് തിരിച്ചെത്താം. അദ്ദേഹത്തിൻ്റെ അത് ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് ഈ കാര്യത്തിൽ കൊലപാതകമാണ് എന്ന് കോടതിക്ക് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് അക്കാഡമികമായി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിൽ മുമ്പിൽ വന്നിട്ട് നിൽക്കുന്ന തെളിവുകൾ മാത്രമേ കോടതിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. പക്ഷേ കൊലപാതകമല്ല എന്ന് കോടതി എങ്ങനെ പറയും? ഈ കാര്യത്തിൽ ഗോവിന്ദച്ചാമി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, റേപ്പ് ചെയ്തു, ശാസ്ത്രീയമായ എവിഡൻസ് ഉണ്ട്. ഈ ട്രെയിനകത്ത് സൗമ്യയുടെ തല അടിച്ചതിൻ്റെ പാടുകളുണ്ട്, ഹൈറ്റൊക്കെ കൃത്യമാണ്. ചാടുന്നത് കണ്ടവരുണ്ട്, സൗമ്യ ചാടുന്നത് കണ്ടവരുണ്ട്. സൗമ്യ ചാടുന്നതല്ല, സൗമ്യയെ പുറത്തേക്ക് എറിഞ്ഞത് കണ്ടു എന്നുള്ള കാര്യത്തിൽ അവിടെയാണ് സാക്ഷിമൊഴികളിൽ ചില ദുർബലത ഉള്ളത്. പക്ഷേ എന്നാൽ പോലും ചാടിയിറങ്ങിയ ഗോവിന്ദച്ചാമി ഒറ്റ കൈയാൽ ആക്രമിച്ച് പ്രകൃതി വിരുദ്ധമായ രീതിയിൽ സൗമ്യയുമായി ഇടപെട്ടു, പീഡിപ്പിച്ചു, കൊന്നില്ല. കൊലയാണ് ചെയ്തത്. ഈ പറയുന്നതിലെല്ലാം കൊന്നില്ല എന്ന് എങ്ങനെയാണ് കോടതി പറയുന്നത്? ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, കോടതി ഒരിക്കലും കൊലപാതകമല്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയാണ് ഈ കൊല ചെയ്തത് എന്ന് തെളിയിക്കാവുന്ന നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ സൗമ്യ വീണപ്പോൾ അത് ഉന്തി ഇട്ടതാണെങ്കിൽ അങ്ങനെ, അതല്ല ചാടിയതാണെങ്കിൽ അങ്ങനെ, അപകടത്തിൽ എടുത്തെറിഞ്ഞതാണ്. അതായത് അങ്ങനെ അല്ല, താഴേക്ക് വീഴുകയാണെങ്കിൽ ആ റെയിൽവേ ട്രാക്കിന് അടുത്തേക്ക് വീണ ഈ ട്രെയിനിന് അടിയിലേക്ക് വരെ പോകാം. എടുത്തെറിഞ്ഞാലല്ലാതെ ഇത്രയും ദൂരെ ചെന്ന് വീഴില്ല എന്നാണ്. അതുമാത്രമല്ല, ചാടുകയാണെങ്കിൽ കൈയും കാലും കുത്തും, അപ്പോൾ കൈക്കും കാലിനും പരിക്കുണ്ടാകും. അതൊന്നുമില്ല. എടുത്തെറിയുമ്പോൾ ഉണ്ടാകുന്ന മുഖമടിച്ച് വീണതിൻ്റെ പരിക്കുകളാണുള്ളത്. ഇതെല്ലാം നിഗമനങ്ങളാണ്. നിഗമനമല്ല, ശാസ്ത്രീയ പരീക്ഷണം അതിനകത്ത് എക്സാമിനേഷൻ നടത്തിയപ്പോൾ കണ്ട തെളിവുകളാണ്. അതെങ്ങനെയാണ് നിഗമനങ്ങളാകുക? നിഗമനം എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായി നോക്കൂ, എപ്പോഴും നമ്മൾ തള്ളിയിടുന്നത് കായികമായിരിക്കണമെന്നില്ല. എനിക്ക് ജെയിംസ് വടക്കഞ്ചേരി സാറിനെ കായികമായി തള്ളിയിടാം, പക്ഷേ ജെയിംസ് വടക്കഞ്ചേരി സാറിൻ്റെ മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ സാധിക്കും. ഇത് രണ്ടും നടന്നിട്ടുണ്ടെങ്കിൽ പോലും കുറ്റവാളി ആരാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ വധശിക്ഷ കൊടുക്കാനായിട്ട്, അതായത് എനിക്ക് വധത്തെ പറ്റി പറയാൻ ഒരു വാക്കുകൂടി പറയാനുണ്ട്. വധശിക്ഷയല്ല, നമ്മൾ ആ ചർച്ചയല്ല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കൊലപാതകം നടന്നിട്ടില്ല എന്ന് എങ്ങനെ പറയും? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ശിക്ഷയെ കുറിച്ചല്ല, അത് മാറി. കൊലപാതകം നടന്നിട്ടുണ്ട്. അതിന് മാനസികമായിട്ടുള്ള ഫോഴ്സാണോ അത് ശാരീരികമായിട്ടുള്ള ഫോഴ്സാണോ എന്ന് കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടത്തക്ക വിധത്തിലുള്ളതായ തെളിവുകൾ ഹാജരാക്കാത്തത് കൊണ്ട്, ശരി, അത് ഹാജരാക്കാത്തത് കൊണ്ട് എന്നുള്ള ജെരിയുടെ വാക്കുകളിലാണ് ഞാൻ കയറി പിടിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ കേരളത്തിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിലും പാവം സൗമ്യയുടെ അമ്മയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നതിൽ പോലുമുള്ള പ്രശ്നം. അതായത് ഇതിനൊന്നിനും തെളിവില്ല, പലതിനും നമുക്ക് മെറ്റീരിയൽ എവിഡൻസുകൾ ഇല്ല. ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, താങ്കൾക്ക് അറിയാവുന്നതുപോലെ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ഈ തെളിവുകൾ ഹാജരാക്കാതിരുന്നോ, പറയാതിരുന്നോ? അങ്ങനെ മനഃപൂർവ്വം ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ വേണ്ടി ഈ പ്രോസിക്യൂഷൻ്റെ ഏതെങ്കിലും ഇടപെടലുകളിൽ കാര്യങ്ങളുണ്ടോ? താങ്കളുടെ ചർച്ചയൊക്കെ ആ ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ തോന്നുന്നുണ്ട്. കേരള മനസാക്ഷി അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ. അങ്ങനെ ഉണ്ടോ? അതായത് സാഹചര്യ തെളിവുകൾ വെച്ച് വളരെ ചുരുക്കം കേസുകളിൽ വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ സാഹചര്യ തെളിവുകൾ വെച്ച് വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമല്ല എന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തീരുമാനിച്ചു. ആ തീരുമാനത്തെ ഞാൻ ഒരിക്കലും ആ തീരുമാനത്തെക്കുറിച്ചല്ല, ആ തീരുമാനത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അംഗീകരിച്ചു. കേരളത്തിന്റെ മനസാക്ഷിയിൽ ബഹുഭൂരിപക്ഷം പേരും വധശിക്ഷ വേണ്ട, ഇയാളെ കൊല്ലാക്കൊല ജയിലിൽ ചെയ്തോളൂ എന്ന്, പീഡിപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം പലരും നിൽക്കുന്നുണ്ട്, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി. പക്ഷെ കൊല നടന്നിട്ടില്ല എന്ന വാദത്തിൽ നിന്ന് താങ്കൾ ഇപ്പോൾ മാറുന്നു. കൊല നടന്നിട്ടില്ല എന്നല്ല, കൊലപാതകം ഈ
ചാമി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞു ഗോവിന്ദചാമി തന്നെയാണ് കൊന്നത് എന്ന് എന്ന് താങ്കൾ ജനങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ കോടതി അത് ആരുടെ കുഴപ്പം? പ്രോസിക്യൂഷന്റെ കുഴപ്പമാണോ? അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത് ആരുടെ കുഴപ്പമാണ്? ഈ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി പറയുന്ന അർത്ഥത്തിലേക്ക് പ്രോസിക്യൂഷന് കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണോ? അതോ പ്രോസിക്യൂഷന്റെ കുഴപ്പമാണോ? അതോ ഇപ്പോൾ കോടതിയിലേക്ക് ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ അപ്പീൽ നൽകിയപ്പോൾ പറയാത്തതിലെ പ്രശ്നമാണോ? എവിടെയാണ് പ്രശ്നം? അതോ വേറെ എവിടെയെങ്കിലുമാണോ പ്രശ്നം കിടക്കുന്നത്? അല്ല, ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഒരു കേസ് നടന്നാൽ, അല്ലെങ്കിൽ കൊലപാതകം നടന്നാൽ മൃതദേഹം കാണണം. ഡെഡ് ബോഡി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോർപ്പസ് ഡെലിക്റ്റി അതാണ് പറയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു മിനിറ്റ്, നമുക്ക് വൈകിയാണ് ഇപ്പോൾ ശ്രീ ആളൂർ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിലേക്ക് ഞാൻ ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് BA ആളൂർ, താങ്കളാണോ രാവിലെ മാധ്യമങ്ങൾക്ക് മറ്റേ വാർത്ത കൊടുത്തത്? ഞാനൊരു വാർത്തയും ആർക്കും കൊടുത്തിട്ടില്ല. മാധ്യമങ്ങൾ എല്ലാവരും തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷമാണ് വാർത്ത പോയത്. ആ കിട്ടിയ വാർത്ത കോടതി പറഞ്ഞ കാര്യങ്ങളാണ് വാർത്ത ചെയ്യപ്പെട്ടത്. പക്ഷേ അതിനൊരു വിധി പകർപ്പ് കിട്ടാനായിട്ട് സാധ്യമല്ലായിരുന്നു. വിധി പകർപ്പ് കിട്ടിയ ശേഷമാണ് പൂർണ്ണമായി വായിച്ചു നോക്കുകയും അതിലുണ്ടായ നിഗമനങ്ങൾ കണ്ടെത്തുകയും ജീവപര്യന്തം 302 കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാൻ കോടതി തയ്യാറായിരുന്നില്ല. അതാണ് സത്യം. താങ്കളുടെ ഏത് വാദം കൊണ്ടാണ് ഈ ഗോവിന്ദചാമിയെ ഈ നിലയിൽ എത്തിച്ചത്? അതാണ് ചോദ്യം. കൊലപാതകം തെളിഞ്ഞില്ല എന്ന് കോടതി ചോദിച്ചു. പക്ഷെ ഗോവിന്ദചാമി എവിടെ ഇപ്പോൾ? അദ്ദേഹം ഇനി ജീവിതകാലം മുഴുവൻ ഈ ഈ ജയിലിൻ്റെ അകത്ത് തന്നെയാണ്. താങ്കളുടെ ഏത് വാദമാണ് അവിടെ അംഗീകരിച്ചത്? അത്തരത്തിലുള്ള ഒരു നിഗമനവും കോടതി എത്തിയിട്ടില്ല. കോടതി ജീവപര്യന്തം ശിക്ഷ എന്ന് വിധിക്കുന്നത് ജീവിതകാലം ശിക്ഷ കൊടുക്കണം എന്നുള്ളതല്ല. റെമിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ശിക്ഷയുടെ കാലാവധി ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ വക്കീലാണല്ലോ, താങ്കൾക്ക് അറിയാത്തതാണോ? സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ എന്ന് തന്നെയാണ് അർത്ഥം. അതിന് 14 കൊല്ലത്തിന്റെ കാലാവധി ഒന്നുമില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി സംസ്ഥാന സർക്കാരല്ലേ തീരുമാനിക്കേണ്ടത്? ഈ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയാണ് ഇയാൾ ജീവിതകാലം മുഴുവൻ ഈ ഗോതമ്പുണ്ട നിന്ന് ജീവിക്കട്ടെ എന്ന് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ചിലവിലാണെങ്കിൽ കൂടി അങ്ങനെ കഴിയട്ടെ എന്ന് തീരുമാനിച്ചാൽ അഡ്വക്കേറ്റ് BA ആളൂർ, താങ്കൾ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്? ഞാൻ പറയുന്നത് കേൾക്കൂ. ഗോവിന്ദചാമിയുടെ ഈ വിധിന്യായത്തിൽ 40 വർഷമോ 50 വർഷമോ ശിക്ഷ കൊടുക്കണമെന്ന് എവിടെയും വിളിച്ചു പറയുന്നില്ല സുപ്രീം കോടതി. സുപ്രീം കോടതി പറയുന്നത് താഴെയുള്ള ശിക്ഷയിൽ ഇടപെടാൻ തയ്യാറല്ല എന്ന് മാത്രമാണ്. അതിനർത്ഥം ജീവപര്യന്തം 20 വർഷമായിട്ടോ 50 വർഷമായിട്ടോ നിജപ്പെടുത്തിയെന്നല്ല. ചില കേസുകളിൽ സുപ്രീം കോടതി ഈ അടുത്തു പറഞ്ഞ വിധി ന്യായത്തിൽ സുപ്രീം കോടതി പറയുന്നു അത് നിജപ്പെടുത്തണം. 10 വർഷമായിട്ടോ 20 വർഷമായിട്ടോ 30 വർഷമായിട്ടോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അളവനുസരിച്ച് നിജപ്പെടുത്തണം. അതാണ് വേണ്ടത്. താങ്കൾ സത്യത്തിൽ ഈ ഗോവിന്ദചാമിക്ക് വേണ്ടി എന്ത് പ്രയറാണ് കോടതിയിൽ നടത്തിയത്? അതിലെന്താണ് അനുവദിച്ച് കിട്ടിയത്? ഗോവിന്ദചാമി ഇപ്പോൾ സുരക്ഷിതനാണോ താങ്കളുടെ കക്ഷി? തീർച്ചയായിട്ടും എൻ്റെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തൂക്കുമരുന്ന് രക്ഷപ്പെടുത്തുക എന്നതായിരുന്നു. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തൂക്കുമരുന്ന് പ്രതിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആ വക്കീലിന്റെ ഏറ്റവും പ്രധാനമായ കർമ്മം. അതിനുവേണ്ടി താങ്കൾ അവിടെ പോകേണ്ടിയില്ലായിരുന്നല്ലോ. ഈ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പോലും അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ തൂക്കുമരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്ന വക്കീൽ പോലും ഈ ചാനലുകളിൽ പോലും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെയും വാദിക്കാം. ശ്രീ BA ആളൂർ, ഈ ഗോവിന്ദചാമി എന്ന നികൃഷ്ടനായ കേരളത്തിന്റെ മനസാക്ഷിക്ക് വലിയ കരിവാരി തേച്ച സൗമ്യ എന്ന ഒരു യുവതിയെ കൊല്ലാക്കൊല ചെയ്ത് ജീവനെടുത്ത ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ വേണ്ടി താങ്കൾ വിഫലമായൊരു ശ്രമമല്ലേ നിയമം ഉപയോഗിച്ച് നടത്താൻ ശ്രമിച്ചത്? താങ്കൾ പറയുന്നത് മിസ്റ്റർ വേണു, ഞാൻ പറയുന്ന വേണുവല്ല, ലാലാണ്. എന്താണ് പ്രോസിക്യൂഷന്റെ വാദം? ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ പൊളിഞ്ഞില്ലേ? സോറി ഈ വാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ ലാൽ? സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങിയില്ലേ? സൗമ്യ കേസിന് നടു ഒടിഞ്ഞില്ലേ?
പിന്നെ എന്താണ് ഇനി അധികം പറയാനുള്ളത്? ആരുടെ ഈ നടുവാണ് ക്ലീൻ ഒടിഞ്ഞത് ഔട്ട് നമ്മളിപ്പോ പോലും ചർച്ച ചെയ്യുന്നത്? പ്രോസിക്യൂഷനെ ബി എ ആളൂർ, കോടതി ധരിപ്പിക്കാൻ താങ്കൾ സാധിക്കില്ലല്ലോ. എന്താണ് ഈ പറയുന്നത്? ആരുടെ നടുവാണ് ഒടിഞ്ഞത്? സൗമ്യ കേസിന്റെ നടു ഒടിഞ്ഞോ? എങ്ങനെ? അവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഇയാൾ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കരുത്, പെട്ടെന്ന് ജീവപര്യന്തം കൊടുത്ത് ജയിലിൽ കൊണ്ടിടണം, അതിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. ലാൽ പറയുന്നത് കേൾക്കൂ. ഇന്ന് വരെ കേരള മനസാക്ഷി ആവശ്യപ്പെടുന്നതും സുമതി ആവശ്യപ്പെടുന്നതും ഗോവിന്ദസ്വാമിയെ തൂക്കിക്കൊല്ലണം. കീഴ്ക്കോടതിയുടെയും മേൽക്കോടതിയുടെയും വിധി ശരിവെച്ചു. എന്നാൽ ആ വിധി കണ്ടെത്താൻ സുപ്രീം കോടതിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതാണ് പോലീസിന്റെ അന്വേഷണത്തിലെയും ഇൻവെസ്റ്റിഗേഷൻ പരാജയമെന്ന് പറയുന്നത്. അതിൽ താങ്കളുടെ പങ്ക് എന്താണ് ബി എ ആളൂർ? ഈ സുപ്രീം കോടതി ചോദിച്ചത് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ശാസ്ത്രീയ എവിഡൻസുകളും മെറ്റീരിയൽ എവിഡൻസുകളും കൊടുത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതെല്ലാം താഴെ കോടതികൾക്ക് മനസ്സിലായി. സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഒരു ഡൗട്ട്, ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്നുള്ള നിലയ്ക്ക് മാത്രം അത് തള്ളിപ്പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അവിടെ സുപ്രീം കോടതി എന്ത് താങ്കൾക്ക് അനുവദിച്ചു തന്നു എന്നാണ് പറയുന്നത്? ഈ കൊലപാതകം നടന്നില്ല എന്ന് എവിടെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് താങ്കൾ? എവിടെയാണ് താങ്കൾക്കത് കേരളത്തിന്റെ മനസാക്ഷിക്ക് മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കാനാകുക? ഈ കൊലപാതകം നടന്നില്ല. എനിക്ക് ഒറ്റ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് സീൻ തിയറി അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നത് ഏക ആൾ ഗോവിന്ദസ്വാമിയാണ്. ആ ഗോവിന്ദസ്വാമി പറയണം ആരാണ് സൗമ്യയെ കൊന്നത് എന്ന്. അദ്ദേഹത്തിന്റെ വക്കീലായ താങ്കൾ പറയണം. ഞാൻ ലാൽ താങ്കളോട് പറയുന്നു, കേൾക്കൂ, ഞാൻ താങ്കളോട് പറയുന്നു, ലാസ്റ്റ് സീൻ എന്ന് പറയുന്ന സംഗതി ഞാൻ ഒരിക്കലും കോടതി ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോടതിയിൽ പറഞ്ഞു ഗോവിന്ദസ്വാമി ട്രെയിനിൽ ഭിക്ഷ എടുക്കുന്ന ആളാണ്, അയാൾ ഉണ്ടായിരുന്നു. ഐ എം നോട്ട് ഡിനൈഡ് മൈ പ്രസൻസ്. ഞാൻ കോടതിയിൽ പറഞ്ഞ സംഗതി എന്താണ്? ഈ പറയുന്ന ആരോപണങ്ങൾക്കു തക്കതായ തെളിവുകൾ കോടതിയിൽ നിരത്തിയില്ല. കീഴ്ക്കോടതിയിൽ 161 ദിവസം കേസ് വിസ്താരം നടന്നു. അപ്പീൽ കോടതി 40 ദിവസം വാദം കേട്ടു. സുപ്രീം കോടതിയിൽ അത്തരം വാദങ്ങൾ 182 വാദമുഖങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ മുഖാന്തരം ഞാൻ സമർപ്പിച്ചിരുന്നു. ഈ വാദമുഖങ്ങൾ വായിച്ചറിഞ്ഞ സുപ്രീം കോടതി, പരിഗണിച്ച സുപ്രീം കോടതി 302 കണ്ടെത്താൻ ഇഞ്ചുറി നമ്പർ 1, ഇഞ്ചുറി നമ്പർ 2 അതല്ല കാരണം. ബലാത്സംഗം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു കുട്ടിയെ മലർത്തിക്കിടത്തിക്കൊണ്ടുള്ള ആസ്പിരേഷൻ അല്ല മരണം. താങ്കൾ സുപ്രീം കോടതിയിൽ ഇതൊക്കെ ഇങ്ങനെ വാദിച്ചു. അതുകൊണ്ട് പരാജയം കേരളത്തിന്റെ മനസാക്ഷിയോട് താങ്കൾ പറയൂ. സുപ്രീം കോടതിയിൽ താങ്കൾ ഈ പറഞ്ഞ 182 കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി ഒറ്റ ചോദ്യം ചോദിച്ചു, എവിടെ കൊന്നു എന്നുള്ളതിന് തെളിവ് എവിടെ എന്ന് ചോദിച്ചു. കേരളത്തോട് പറയൂ അഡ്വക്കേറ്റ് ബി എ ആളൂർ, ആ ലാസ്റ്റ് സീൻ തിയറിയിൽ താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ ഈ ഗോവിന്ദസ്വാമി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, വേറെ ആരുമില്ല. ഈ കൊല്ലാക്കൊല എല്ലാം ചെയ്തു, പ്രകൃതി വിരുദ്ധത എല്ലാം അദ്ദേഹം നടത്തി. ആര് കൊന്നു, എങ്ങനെ മരിച്ചിരിക്കാം സൗമ്യ? താങ്കൾക്ക് അത് പറയാനുള്ള ബാധ്യതയില്ലേ? ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിനെ വിട്ടിട്ട് ഗോവിന്ദസ്വാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവകാശപ്പെടുന്ന താങ്കൾക്ക്? ഞാൻ പറയുന്നു, താങ്കൾ കേൾക്കണം, വിധിന്യായം പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ പറയാൻ സാധിക്കും. സുപ്രീം കോടതി ഈ പറയുന്ന 376, 397, 394, 447 ഇത്തരത്തിലുള്ള വാദമുഖങ്ങളിലേക്ക് കടന്നിട്ടില്ല. സുപ്രീം കോടതി ഒരേ ഒരു ചോദ്യം, ഈ പറയുന്ന ഗോവിന്ദസ്വാമി, ഒറ്റക്കൈയുള്ള ഗോവിന്ദസ്വാമി എങ്ങനെ സൗമ്യയെ എടുത്ത് പുറത്തേക്കെറിയും? അതിന് ഉത്തരം നടക്കാൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല? ശരി ശരി, ഒന്ന് കേൾക്കൂ. താങ്കൾ ഈ ലാസ്റ്റ് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം താങ്കൾ എവിടെയോ പറഞ്ഞതായിട്ടാണ്, ഈ സൗമ്യയുടെ വക്കീലായിരുന്നു താങ്കളെങ്കിൽ കറക്റ്റായി തൂക്കുകയർ ഗോവിന്ദസ്വാമിക്ക് വാങ്ങിച്ചു കൊടുത്തേനെ എന്ന്. അത് താങ്കൾ മനസ്സിൽ കരുതുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷന് വന്ന പിഴവ് ചൂണ്ടിക്കാട്ടി താങ്കൾ ഗോവിന്ദസ്വാമിയെ 302 നിന്ന് ഒഴിവാക്കി തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ പ്രോസിക്യൂഷനിലെ ഒരു പിഴവ് കൊണ്ട് മാത്രം, അല്ലാതെ ഗോവിന്ദസ്വാമി തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല എന്ന് താങ്കൾക്കും അറിയാം. അതല്ലേ ശരി? പ്രോസിക്യൂഷൻ്റെ പിഴവ് ഗോവിന്ദസ്വാമിയുടെ കുറ്റകൃത്യമില്ലായ്മ അല്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്കും അറിയാം. ഇതൊക്കെ ലാൽജി അങ്ങ് കേരള ജനതയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഞാനൊരു ഡിഫൻസ് ലോയറാണ്. എൻ്റെ അടുത്ത് കുറ്റം ചെയ്ത പ്രതികളാണ് എത്തുന്നത്. കുറ്റം ചെയ്ത പ്രതികളെ കുറ്റത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഡിഫൻസ് ലോയറുടെ ചുമതല. അല്ലാതെ എന്റെ ഒരു സംശയം ഇന്ന് കേരളത്തിന്റെ മനസ്സ് മുഴുവൻ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് കുറ്റം ചെയ്ത ആളുകൾ മാത്രം പോയി കാണുന്നത്?
ഈ കുറ്റം ചെയ്യാത്തവർ എന്നെ മോചിപ്പിക്കണേ, ഞാൻ ഈ ശിക്ഷയിൽ പെട്ട് ഞാൻ പോയി, പറയുന്നു. അങ്ങനെ കേസിൽ പെട്ടുപോയി, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് കുറേ വക്കീലന്മാരടുത്ത് പോകുന്നത്. ഈ ജിഷ കേസിലെ അമീറുള്ളും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയും ഇങ്ങനെയുള്ള ആളുകൾ മാത്രം വന്ന് കുറ്റം ചെയ്തവർ എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അതായത് ഗോവിന്ദച്ചാമിയും തെറ്റ് ചെയ്തു താങ്കൾക്കറിയാം. ഇങ്ങനെയുള്ളവർ മാത്രം താങ്കളെ വന്ന് കാണുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് താങ്കൾക്ക് പിന്നിൽ എന്ന കേരള മനസാക്ഷിയുടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? മിസ്റ്റർ ലാൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ അഭിഭാഷകരുടെ അടുത്തേക്ക് ഒരാൾ എന്തിനാണ് എത്തുന്നത്? കുറ്റം ചെയ്യാത്ത ഒരാളെ രക്ഷിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ പോലീസ് സംവിധാനം ആവശ്യമില്ലല്ലോ, പോലീസ് കുറ്റാന്വേഷണം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ക്രൈം നടക്കുമ്പോഴാണ് കുറ്റാന്വേഷണം നടത്തുന്നത്, ക്രൈം നടത്താതിരിക്കാനല്ല. നമ്മൾ സ്കോട്ട്ലൻഡ് പോലീസ് അല്ല, മുംബൈ പോലീസ് എന്ന് പറഞ്ഞാൽ ക്രൈം നടന്നാൽ അവിടെ എത്തുന്നു. എന്തുകൊണ്ട് കേരള പോലീസിന് ചെയ്യാൻ സാധിക്കുന്നില്ല? ഞാൻ ഒരാളെയും കുറ്റം പറയുകയല്ല, ഞാനൊരു അഭിഭാഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചാർജ് ഷീറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ കേസ് പഠിക്കുന്നത്. ചാർജ് ഷീറ്റ് വരുന്നതിന് മുമ്പ് കേസ് പഠിക്കേണ്ടത് പ്രോസിക്യൂട്ടറാണ്. ഞാൻ പ്രോസിക്യൂട്ടറായ കേസിലും അത് ചെയ്യില്ല. ഞാൻ പ്രോസിക്യൂട്ടറാണ് പല കേസുകളിലും. ഞാൻ പറയുന്നു അവിടെ തന്നെയാണ് എന്റെ ചോദ്യം. അതായത് ചാർജ് ഷീറ്റൊക്കെ തയ്യാറാകുമ്പോഴേക്ക് ഈ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള പ്രതികൾ തെറ്റുകൾ ചെയ്തു നിൽക്കുകയായിരിക്കാം. ഒരുപക്ഷെ തെറ്റ് ചെയ്യാത്തവരും ഉണ്ടാകാം. തെറ്റ് ചെയ്ത് നിൽക്കുന്നവരെ ഏത് വിധേനയും എൻ്റെ കക്ഷിയല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വക്കേറ്റ് ചെയ്യേണ്ടതുമാണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ കേരള മനസാക്ഷി ചോദിക്കുന്നത് ഇങ്ങനെയുള്ളവർ മാത്രം താങ്കളുടെ അടുത്തേക്ക് വരുന്നു, അതെന്തുകൊണ്ടാണ്? ആരാണ് ഇതിന് പിന്നിൽ എന്നാണ്. കുറ്റം ചെയ്യാത്തവരെ പോലീസ് കുറ്റവിമുക്തരാക്കും. കുറ്റം ചെയ്യാത്തവരെ പോലീസ് കുറ്റവിമുക്തരാക്കും. 169 CRPC. താങ്കൾ നിയമം പഠിക്കാത്തതുകൊണ്ട് അറിയാത്ത സംഗതിയാണ് ഇതെല്ലാം. നിയമം പഠിക്കാനായി നടത്തുന്നു. ഡിഗ്രി തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് വായിച്ചും പഠിക്കാം. BA ആളൂർ, കേരളത്തിന്റെ മനസാക്ഷി ചോദിക്കുന്നു 376, 394, 396, 397, 444 ഇതൊക്കെ ഗോവിന്ദച്ചാമിയുടെ പേരിൽ നിലനിൽക്കുന്ന തെറ്റുകളാണ്. ഈ കേസിൽ മാത്രം നേരത്തെ 8 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള പാവം ഗോവിന്ദച്ചാമി, സത്യസന്ധനായ നീതിമാനായ ഗോവിന്ദച്ചാമി എന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ പറയുന്നതനുസരിച്ച് താങ്കൾ പറയുന്നത് കേൾക്കൂ. ഇത്തരം വകുപ്പുകളിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. സുപ്രീം കോടതിക്ക് നിയമപരമായി അതിന് പറ്റില്ല. കാരണം ഇത് 302ന്റെ കാര്യത്തിലുള്ള ഒരു അപ്പീൽ മാത്രമാണ്. അവിടെ മുൻകാലങ്ങളിലെ തെളിവുകളൊന്നും വീണ്ടും പരിശോധിക്കുകയും സാക്ഷികളെയും മൊഴികളെയൊന്നും വീണ്ടും അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതി അത് ചോദിക്കില്ല. ആ ചർച്ചകൾ നടന്നതേ അബദ്ധം. അവിടെ താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്. താങ്കളെ ആരാ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഒരു അപ്പീൽ എന്ന് പറയുന്നത് കോടതിയിൽ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ ഗോവിന്ദച്ചാമി നിരപരാധിയാണെന്നും ഗോവിന്ദച്ചാമി ഈ കേസിൽ ബന്ധപ്പെട്ടില്ലെന്നും ഗോവിന്ദച്ചാമിയെ കേസിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ ആവശ്യപ്പെട്ടത് 3 പ്രയറാണ്. അങ്ങനെ ഗോവിന്ദച്ചാമി നിരപരാധി എന്ന് കോടതി പറഞ്ഞിട്ടില്ല. 10 വർഷമോ അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയെ വെറുതെ വിട്ടിട്ടില്ല. താങ്കൾ ആവശ്യപ്പെട്ട പ്രയർ നടന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ എൻ്റെ 3 പ്രയർ പറയൂ. എനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 10 വർഷമോ 7 വർഷമോ ജീവപര്യന്തമോ, ഈ 3 പ്രയറാണ് എനിക്ക് കോടതിയിൽ ഉണ്ടായിരുന്നത്. താങ്കൾ വായിച്ചു നോക്കൂ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തൂക്കുമരത്തിൽ നിന്നും അതായത് താങ്കൾ ഇത്ര നിരപരാധി എന്ന് ഗോവിന്ദച്ചാമിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ നിരപരാധിയായ ഗോവിന്ദച്ചാമിക്ക് കുറഞ്ഞതൊരു ജീവപര്യന്തം എങ്കിലും കൊടുക്കൂ എന്നാണോ താങ്കൾ സുപ്രീം കോടതിയിൽ പോയി ചോദിച്ചത്? ഞാൻ ഒരിക്കലും അത് പറഞ്ഞില്ലല്ലോ. ഈ പറയുന്ന 3 പ്രയറിൽ ഏതെങ്കിലും ഒരു പ്രയർ അനുവദിച്ച് കിട്ടണം. താങ്കൾ വാദിച്ചു കൊടുക്കണം. വെറുതെ വിടാനല്ലേ പറയേണ്ടത്? മാധ്യമ വിചാരണ നടത്തുന്ന കേസുകളിൽ ഇത് തന്നെയാണ് വിധി ഉണ്ടാകുക. മാധ്യമ വിചാരണ നടത്തുന്ന കേസുകളിൽ ഇത് തന്നെയായിരിക്കും അതിൻ്റെ വിധി. എന്ത് വിധി? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് BA ആളൂർ പറയുന്നതിനെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, ആളൂർ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട വക്കാലത്തനുസരിച്ച് അദ്ദേഹം ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായി. ഇവിടെ അദ്ദേഹത്തിന് ഉണ്ടായ നേട്ടം ഡെത്ത് സെൻറ്റൻസ് ഒഴിവായി കിട്ടിയെന്നുള്ളതാണ്. അത് ഡോക്ടർ ലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന് പ്രത്യേകമായ ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്ന് ആവശ്യമില്ല. കാരണം സുപ്രീം കോടതി അങ്ങനെ നിലപാട് സ്വീകരിക്കും.
പക്ഷെ ഇവിടെ എൻ്റെ വിഷയം അതല്ല. എന്തുകൊണ്ട് സുപ്രീം കോടതി ഈ കേസിൽ കൊലപാതകത്തിന് ഉത്തരവാദി ഗോവിന്ദച്ചാമിയാണ് എന്ന് കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞോളൂ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, താങ്കൾക്ക് പറയാം. സംസാരിക്കാം. അതെ, ഇവിടെ മൃതദേഹം കണ്ടുകിട്ടാത്ത കേസുകളിൽ പോലും കൊലപാതകം എന്നുള്ള കുറ്റം സുപ്രീം കോടതി കണ്ടെത്തുകയും ശരിവയ്ക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നു, തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു. അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാതെ പോയിട്ടുണ്ട്. അവിടെയാണ് തീവണ്ടിയിൽ നിന്ന് വീണതാണോ, ചാടിയതാണോ, എടുത്തെറിഞ്ഞതാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ വരുന്നത്. ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക രീതിയിലുള്ള മറ്റ് തെളിവുകളുണ്ട്, ഫോറൻസിക് തെളിവുകളുണ്ട്. ആ തെളിവുകളെ അടിസ്ഥാനമാക്കി ലാൽ പല പ്രാവശ്യം ആവർത്തിച്ചതുപോലെ അവസാനമായി അവിടെ കണ്ട ഒരു സാന്നിധ്യം ഗോവിന്ദച്ചാമിയുടേതായിരുന്നു അതുൾപ്പെടെ. ആ സാഹചര്യങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, ആ കൊലപാതകത്തിന് ഉത്തരവാദി ഗോവിന്ദച്ചാമിയാണ് എന്ന് സുപ്രീം കോടതിക്ക് കാണാമായിരുന്നു. അങ്ങനെ കാണുകയും അതിനുകൂടി ജീവപര്യന്തം ഒരു ശിക്ഷ നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ വിധി പൂർണ്ണമാകുമായിരുന്നു. നമുക്ക് വലിയ തോതിൽ ചെറിയ തോതിൽ പോലും ഒരു വിമർശനം കോടതിക്കെതിരെ ഉന്നയിക്കേണ്ടി വരില്ലായിരുന്നു. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ വകുപ്പുകൾ അനുസരിച്ച് ജീവപര്യന്തത്തിലേക്ക് പോകുന്നതിൽ യുക്തിയില്ല എന്നാണോ? അത് വീണ്ടും ഗോവിന്ദച്ചാമിക്ക് അനുഗ്രഹമായി മാറുമോ? ഈ ബി എ ആളൂരിന് അത് ഗുണം ചെയ്യുമോ? വീണ്ടും അദ്ദേഹം ആഗ്രഹിക്കാതെ തന്നെ അത് ഗുണം ചെയ്ത് വരുമോ? അല്ല, രണ്ട് കുറ്റങ്ങളാണല്ലോ, ഒന്ന് കൊലപാതകം, മറ്റൊന്ന് ബലാത്സംഗം. വെറുതെ വിട്ടിരിക്കുന്നു. ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരിക്കുന്നു. നമുക്ക് ഏത് ശിക്ഷ വന്നാലും, ഏത് വകുപ്പിൽ ശിക്ഷ വന്നാലും അനുഭവിക്കേണ്ടത് ഗോവിന്ദച്ചാമിയാണ്. ഗോവിന്ദച്ചാമി അത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മെച്ചം ഒരു ജീവപര്യന്തം കിട്ടിയത് കൊണ്ട് ഉണ്ടാകാനില്ല. എങ്കിലും ഈ നമ്മെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു. ആ സംഭവത്തിൽ ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ മാതാവിനും വീട്ടുകാർക്കും നീതി ലഭിച്ചു എന്ന ഒരു ബോധ്യം ഉണ്ടാകുന്നതിന്, സമാശ്വാസം ഉണ്ടാകുന്നതിന് അത്തരത്തിലുള്ള ഒരു വിധി സഹായകമാകുമായിരുന്നു. തീർച്ചയായിട്ടും കേരളം ആഗ്രഹിച്ച വിധി നടപ്പിലാക്കപ്പെടുന്നതിനുള്ള സാഹചര്യം വരുമ്പോൾ അത് എവിടെയാണ് രാവിലെ മുതൽ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ കൃത്യമായ വാർത്തകൾ പുറത്തേക്ക് എത്തുന്നതിൽ നിന്നുള്ള തടസ്സങ്ങൾ ഒരുക്കി തുടങ്ങിയത്? അതിന് ഒരു ഗൂഢശ്രമം ഉണ്ടായോ? സൗമ്യ വധക്കേസിൽ കേരളം ആഗ്രഹിച്ച വിധി ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ജീവപര്യന്തം തടവിനാണ് ഈ കേസിൽ മാത്രം ഗോവിന്ദച്ചാമിയെ സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 302 ഒഴിവാക്കി, വധശിക്ഷയിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് ശിക്ഷകളൊക്കെ ഹൈക്കോടതി നിലനിർത്തിയത്, വിചാരണ കോടതിയിൽ വിധിച്ചത് ഹൈക്കോടതി നിലനിർത്തിയത് അതുപോലെ തുടരും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതായി ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതനുസരിച്ച് ഇനി എങ്ങനെയാണ് സൗമ്യ കേസ് നാളെ മുതൽ കേരള രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുക? കാരണം രാവിലെ മുതലുണ്ടായ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിവിധ പ്രസ്താവനകൾ പല പാർട്ടികളുടെയും അധ്യക്ഷന്മാർ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ പുറത്ത് ഏത് രീതിയിൽ ഇനി അവർ ജനങ്ങളെ അഭിമുഖീകരിക്കും? അത് പലരും ജാഥയും കോലം കത്തിക്കലും വരെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് ചിലയിടത്തൊക്കെ തുടരുന്നുണ്ട്, വാർത്ത എത്താത്ത ഇടങ്ങളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊക്കെ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ളതും അവർ എങ്ങനെ മറുപടി പറയും എന്നുള്ളതും, ട്രോളുകളിലൂടെ അത് ജീവിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. സൗമ്യ വധക്കേസിൽ ഏത് രീതിയിലാണ് കേരള മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുക എന്നുള്ളതായിരുന്നു ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നതിന് മുമ്പുള്ള മണിക്കൂറുകളിലെ ആശങ്ക. അത് വൈകുന്നേരത്തോടുകൂടി കൃത്യമായ വിധിപ്പകർപ്പ് കിട്ടിയതോടുകൂടി തന്നെ അത് ഇല്ലാതെയായി, ആശങ്ക ഇല്ലാതെയായി. കൃത്യമായി കേരള മനസാക്ഷി ആഗ്രഹിച്ചതുപോലെയുള്ളൊരു വിധി തന്നെ ഉണ്ടായി. ആ ചർച്ചയാണ് ഇത്രയും നേരം ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രത്യേക ചർച്ചയായി നടന്നത്. ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ബി എ ആളൂർ, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ഡോക്ടർ മോഹൻ റോയ്, പി കെ രാജു. എല്ലാവർക്കും നന്ദി. ഇനി ഇടവേളയ്ക്ക് ശേഷം അവിട്ടം ദിന പ്രത്യേക ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്കാണ് പോകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കുഞ്ചാക്കോ ബോബനും വിധു പ്രതാപും.